കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 417 പാരഗ്രാഫ്. തങ്ങളുടെ ആദ്യ പാപം മൂലം വ്രണിതവും തന്മൂലം ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ടതുമായ ഒരു മനുഷ്യപ്രകൃതിയെയാണ് ആദവും ഹവ്വയും തങ്ങളുടെ പിൻഗാമികൾക്ക് പകർന്നുകൊടുത്തത്. ഈ നഷ്ടാവസ്ഥയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്. ഉത്ഭവ പാപഫലമായി മനുഷ്യപ്രകൃതിയുടെ കഴിവുകൾ ദുർബലങ്ങളായി. അജ്ഞത, വേദന, മരണത്തിൻ്റെ ആധിപത്യം മുതലായവയ്ക്ക് മനുഷ്യപ്രകൃതി വിധേയമാവുകയും പാപപ്രവണത രൂഢമൂലമാവുകയും ചെയ്തു. ഈ പാപപ്രവണതയെയാണ് പാപാസക്തി എന്ന് വിളിക്കുന്നത്. തെന്ത്രോസ് സൂനകദസിനോടൊപ്പം നാം വിശ്വസിക്കുന്നതാണിത്. മനുഷ്യപ്രകൃതിക്കൊപ്പം ഉത്ഭവപാപം ഓരോ മനുഷ്യനിലേക്കും സംക്രമിക്കുന്നത് പ്രജനനത്തിലൂടെയാണ്, അനുകരണത്തിലൂടെയല്ല. ഉത്ഭവപാപം ഓരോ മനുഷ്യനും വ്യക്തിപരമായിട്ടുള്ളതാണ്. പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. പാപം വർദ്ധിപ്പിച്ചെടുത്ത് കൃപാവരം അതിലേറെ സമൃദ്ധമായി. ക്രൈസ്തവരുടെ വിശ്വാസം ഇതാണ്: സൃഷ്ടാവിൻ്റെ സ്നേഹം മൂലം ലോകം സ്ഥാപിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു. ലോകം പാപത്തിൻ്റെ ദാസ്യത്തിൽ നിബന്ധിച്ചെങ്കിലും ദുഷ്ടന്റെ ശക്തിയെ തകർക്കാനായി ക്രൂശിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തു അതിനെ സ്വതന്ത്രമാക്കി. അധ്യായം 2. ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. സദ്വാർത്ത: ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നമ്മൾ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കേണ്ടതിന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കാൻ വേണ്ടിയാണിത്. ഇതാ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവം തൻ്റെ ജനതയെ സന്ദർശിച്ചിരിക്കുന്നു. അബ്രാഹത്തോടും സന്തതികളോടും ചെയ്തിരുന്ന വാഗ്ദാനം അവിടുന്ന് നിറവേറ്റി. എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവിടുന്ന് പ്രവർത്തിച്ചു. സ്വന്തം പ്രിയപുത്രനെ അവിടുന്ന് അയച്ചു. നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. നസ്രസിൽ നിന്നുള്ള യേശു ഒരു ഇസ്രായേൽ പുത്രനിൽ നിന്ന് യഹൂദനായി ബത്ലഹേമിൽ ജനിച്ചു. മഹാനായ ഹെറോദോസിൻ്റെയും അഗസ്റ്റിൻ സീസർ 1-ാമൻ ചക്രവർത്തിയുടെയും ഭരണകാലത്താണിത്. തച്ചൻ്റെ ജോലിയായിരുന്നു അവിടുത്തേത്. തിബേരിയസ് ചക്രവർത്തിയുടെയും റോമൻ ഗവർണറായ പന്തിയോസ് പിലാത്തോസിൻ്റെയും കാലത്ത് ജെറൂസലേമിൽ ക്രൂശിതനായി മരിച്ച യേശു ദൈവത്തിൻ്റെ മനുഷ്യനായി തീർന്ന നിത്യപുത്രനാണ്. അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി ശരീരം ധരിച്ചു വന്നു. എന്തെന്നാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവും ഏകജാതൻ്റേതുമായ മഹത്വം. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പ്രേരിതരായി പിതാവിനാൽ ആകൃഷ്ടരായി നമ്മൾ യേശുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് ഏറ്റുപറഞ്ഞ ഈ വിശ്വാസശിലയിന്മേൽ ക്രിസ്തു തൻ്റെ സഭയെ പടുത്തുയർത്തി. ക്രിസ്തുവിൻ്റെ അമേയമായ സമ്പത്ത് പ്രഘോഷിക്കുവിൻ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് മനുഷ്യരെ ആനയിക്കാനായി അവിടുത്തെ പ്രഘോഷിക്കുന്നതിനാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പകർന്നുകൊടുക്കൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനുള്ള തീക്ഷ്ണത ആരംഭം മുതലേ ആദ്യ ശിഷ്യന്മാരിൽ ഉജ്ജ്വലിച്ചിരുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ക്രിസ്തുവിനോടുള്ള അവരുടെ ഐക്യത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കാനായി അവർ എക്കാലമത്രയും ജനങ്ങളെ ക്ഷണിക്കുന്നു. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരിക്കുന്നതും ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. മതബോധനത്തിൻ്റെ കേന്ദ്രം ക്രിസ്തു. മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നസ്രസിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ പിതാവിൽ നിന്ന് ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ്. മതബോധന നടത്തുക എന്ന് പറഞ്ഞാൽ സനാതനവും സാർവത്രികവുമായ ദൈവിക രക്ഷാ പദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക എന്നാണ് അർത്ഥം.
ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കുവാനുള്ള ശ്രമമാണ് മതബോധനം. മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവിൻ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ നമ്മെ ഭാഗഭാക്കാക്കുന്നതിനും ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. മതബോധനത്തിൽ അവതീർണമായ വചനവും ദൈവപുത്രനായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. മറ്റുള്ളതെല്ലാം അവിടത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കപ്പെടുന്നു. പ്രബോധകനും ക്രിസ്തു മാത്രമാണ്. മറ്റാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അയാൾ ഏതു പരിധിവരെ ക്രിസ്തു സന്ദേശവാഹകനോ വ്യാഖ്യാതാവോ ആയിരിക്കുന്നുവോ അത്രത്തോളം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അയാളുടെ അധരങ്ങളിൽ കൂടി സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ നിഗൂഢാത്മക വാക്കുകൾ തൻ്റേതാക്കുവാൻ ഓരോ മതബോധകനും ശ്രമിക്കണം. എൻ്റെ പ്രബോധനം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം നേടാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ കാണപ്പെടുന്നതിനും വേണ്ടി സർവ്വനഷ്ടങ്ങളും അയാൾ സഹിക്കണം. ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തോട് സദൃശനാവുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമാണ് അവിടുത്തെ പ്രഘോഷിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക എന്ന ആവശ്യം സ്പഷ്ടമാണ്. അതിനുവേണ്ടി വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ, ക്രിസ്തു, ദൈവപുത്രൻ, കർത്താവ് ഇവ പ്രതിപാദിക്കപ്പെടുന്നതായിരിക്കും. വിശ്വാസ പ്രമാണങ്ങളിൽ തുടർന്ന് നാം ഏറ്റുപറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ പ്രധാന രഹസ്യങ്ങളാണ്. അവിടുത്തെ മനുഷ്യാവതാരം, പെസഹ രഹസ്യം, അവിടുത്തെ മഹത്വീകരണ രഹസ്യം. വകുപ്പ് 2. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ. 1. യേശു. യേശു എന്ന പദത്തിന് ഹീബ്രു ഭാഷയിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണർത്ഥം. മംഗളവാർത്ത വേളയിൽ രക്ഷകന്റെ പ്രത്യേക സംജ്ഞയായി ഗബ്രിയേൽ മാലാഖ നൽകുന്നത് യേശു എന്ന നാമമാണ്. വ്യക്തിത്വത്തെയും ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നതിനാൽ അവിടുത്തെ നിത്യപുത്രനും മനുഷ്യനായി അവതരിച്ചവനുമായ യേശുവിൽ അവിടുന്ന് തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ മനുഷ്യരെ പ്രതിയുള്ള രക്ഷാചരിത്രം മുഴുവൻ ദൈവം യേശുവിൽ സംക്ഷിപ്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു. രക്ഷാകര ചരിത്രത്തിൽ ഇസ്രായേലിനെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് മാത്രം ദൈവം സംതൃപ്തനായില്ല. അവിടുന്ന് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പാപം എപ്പോഴും ദൈവത്തോടുള്ള അപരാധമാകയാൽ പാപമോചനം നൽകാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഇക്കാരണത്താൽ പാപത്തിൻ്റെ സാർവജനീന സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ആർജിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിന് രക്ഷ തേടുവാൻ രക്ഷകനായ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയല്ലാതെ മറ്റു യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. പാപത്തിൽ നിന്ന് മനുഷ്യർക്ക് സാർവലൗകികവും പരമവുമായ മോചനം നൽകാൻ അവതരിച്ച ദൈവപുത്രൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദൈവനാമത്തെയാണ് യേശു എന്ന നാമം സൂചിപ്പിക്കുന്നത്. രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. എല്ലാ മനുഷ്യർക്കും തിരുനാമം വിളിച്ചപേക്ഷിക്കാം. കാരണം മനുഷ്യാവതാരത്തിലൂടെ യേശു തന്നെ സർവ്വമനുഷ്യരുമായി ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല.